ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും മക്കളും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ അതാ ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി. അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഓരിൻ്റെ കൂടെ തന്നെ വരും, പിന്നെ ഭയങ്കര കലപില ഒച്ചപ്പാടായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഓരെ കിടത്തി ഉറക്കി. ഇപ്പോൾ ഒരു ഉറങ്ങിയതായതുകൊണ്ട് ഞാനൊരു വീഡിയോയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ, വേറൊന്നല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒത്തിരി പേര് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമേ അവർക്കൊക്കെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്തതിന്. നിങ്ങൾ എന്നെ ഒരു ഫാമിലി ആയിട്ട് അംഗീകരിച്ചതിന് തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഇതാണ് ഞാൻ നിങ്ങളെ ആ വീഡിയോയിൽ കൂടെ അറിയിച്ചത്. അപ്പോൾ അൽഹംദുലില്ലാ, ഒരുപാട് പേര് എന്നെ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് തന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബാങ്കിൽ കുറച്ച് പൈസയും കൂടിയാണ് അടയ്ക്കാനുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയാണ് നമുക്ക് വീഡിയോയിലെ എമൗണ്ട്, അല്ല നമുക്ക് ബാങ്കിലെ എമൗണ്ട് ഇനി ക്ലോസ് ചെയ്യാനുള്ളത് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ ഒരാൾ വിളിച്ചിരുന്നു. അപ്പം അൽഹംദുലില്ലാ, നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എത്രയാണെന്നുള്ളത്. ആ വാവ തിന്നട്ടോ, പക്ഷെ ഇപ്പോൾ വരെ. ആ അപ്പോൾ ഓരത് പിന്നെ ക്ലോസ് ചെയ്യാനുള്ള പൈസ ഒരു തന്ന് സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ പൈസയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ കയ്യിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പം നാളത്തെ ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, വന്നിട്ടില്ല. അപ്പോൾ നാളെ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ക്ലോസ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും അത് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഈ സപ്പോർട്ടാണ് മുന്നോട്ട് ആവശ്യം. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ എനിക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലുപരി ബാഡായിട്ടും കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാഡ് കമൻ്റൊന്നും ഞാൻ നമ്മൾ എന്തായാലും ഈ ഒരു ചാനലിലേക്ക് വന്ന സ്ഥിതിക്ക് എന്തായാലും ബാഡ് കമൻറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതും ചീത്തയായിട്ട് എന്തായാലും വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പം കഴിയുന്നതും ആൾക്കാർ എന്ത് ചെയ്യുക, ബാഡ് കമൻ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചിരിച്ചിട്ടുള്ള ഒരു ഇതാണെങ്കിലും നല്ലതാണെന്നുള്ളൊരു കമൻറ്റെങ്കിലും തന്നാൽ നമുക്ക് അത്രയും സന്തോഷമാണ്. കാരണം ചിലപ്പോൾ നമ്മളൊരു ദിവസത്തെ എന്താ പറയുക, നമ്മൾ വീട്ടിലെ സാഹചര്യം ഒരു ദിവസം ചിലപ്പം പറ്റ മോശമായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എന്നാലും നമ്മളൊരു വീഡിയോ നമുക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെയാണെങ്കിലും സന്തോഷത്തിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അങ്ങനെ വീഡിയോ ഇടുകയും ചെയ്യും. പക്ഷേ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കമൻറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനു ചെയ്തു പോയല്ലോ, ചെയ്തത് എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും. പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ, കാരണം ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ നമ്മൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ ആൾക്കാർ എൻ്റെ ഈ ഒരു സഹായത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തപ്പം അതിലെനിക്ക് വന്ന ഒത്തിരി കമൻ്റ് ഉണ്ട്. അതിൽ 1-2 കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഒരാൾ കമൻ്റ് ഇട്ടു, ഞാൻ ഓലെ ആങ്ങളാരൊക്കെ സുഖമില്ലാണ്ട് കിടക്കുകയാണെന്നോ, ഹാർട്ടിന് പ്രോബ്ലം ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട്, അപ്പോൾ മരുന്നിന് ഇതിനൊന്നും ഓലാരത്തും ബുദ്ധിമുട്ടായിട്ടും കൂടി ആരോടും ചോദിക്കുന്നില്ല, ഓരെന്നെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, ഓർക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും ഓരത് ചോദിക്കാത്തത്. കാരണം എനിക്കിപ്പോൾ ഈ ഒരു സഹായം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കാണ്ട് നിന്നിട്ട് എനിക്ക് ആ ഒരു നഷ്ടം സംഭവിക്കേണ്ട എന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഞാൻ ഇതിൽ ചോദിച്ചു. എന്നെ ഒത്തിരി പേര് സഹായിച്ചു. ആ സഹായം കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു പ്രശ്നം നാളത്തോടെ ചിലപ്പം തീർക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ വീട് വാടകയ്ക്കുള്ളവരും വാടക കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരും പിന്നെ
എന്താ അങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻ്റ് അയക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളാവശ്യം എന്താണോ അത് നിങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരോട് ചോദിക്കുക. ജനങ്ങളത് തരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് തന്ന് നിങ്ങളെ സഹായിക്കും. എനിക്കിപ്പോൾ എൻ്റെ ആവശ്യം ഞാൻ ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നത്, എന്നെ സഹായിച്ചത്. പിന്നെ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു എനിക്കെതിരായിട്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ വീഡിയോ നമ്മൾ കണ്ടു. പക്ഷേ എനിക്ക് ഓരോടൊന്നും പറയാനില്ല, പരാതികളൊന്നുമില്ല. കാരണം ഓർക്കൊരു കണ്ടൻറ്റ് നമ്മളെ വീഡിയോ ആണ് ഒരു കണ്ടൻറ്റായിട്ട് ഓർക്ക് അന്നേരം ഇടാൻ പറ്റുന്നതെങ്കിൽ അത് നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു സഹായമാണ് ഓർക്ക്. കാരണം ഡെയിലി ഒരു കണ്ടൻറ്റ് ഇടുക എന്ന് വെച്ചാൽ തന്നെ നമുക്കൊരു ദിവസം ഒരു കണ്ടൻറ്റിന് എന്താ ഇപ്പം നാളെ പഠിച്ചവനെ കണ്ടൻറ്റ് ഇടുക എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഓരോ യൂട്യൂബറും നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു കണ്ടൻറ്റായിട്ട് നമ്മളെ വീഡിയോ എടുത്തിടാൻ പറ്റുന്നതെങ്കിൽ അത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്തതുകൊണ്ടാണ് ഓൾക്ക് അങ്ങനെ ഒരു കാര്യം ഓൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എൻ്റെ ഇതൊരു സഹായമായിട്ട് ഓലും കരുതിക്കോട്ടെ, ഞാൻ അങ്ങനെ വിചാരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓര് അങ്ങനെ വീഡിയോ ചെയ്തതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. കുറേ പേര് ചെയ്തിട്ടുണ്ട്, അതിൽ നല്ലത് ചെയ്തവരുണ്ട്, ചീത്തയായിട്ട് ചെയ്തവരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലൊന്നും ഒരു പരാതിയുമില്ല. എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ എന്നെ സഹായിച്ചവരോട് എനിക്ക് ഒത്തിരി നന്ദിയാണ് പറയാനുള്ളത്. ഓ പൊന്നിപ്പോൾ വരാട്ടോ അമ്മച്ചി, ഇപ്പം വരാ. പൊന്നാടെ നിൽക്കും അമ്മച്ചി, ഇപ്പം വരും. അവിടെ നിൽക്കേ. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, എനിക്കിപ്പോൾ എൻ്റെ മക്കൾ എന്ന് വെച്ചാൽ 1.5 വയസ്സ് 2.25 വയസ്സ് കുഞ്ഞു മക്കളാണ്. അതിൽ ഇന്ന് രാവിലെ ഒരു കമൻറ്റ് കണ്ടു, 1000 രൂപയ്ക്ക് എന്ത് പണിയാ, എന്തോ ഒരു പണിയുണ്ട്, അതിന് പൊയ്ക്കൂടെ. എന്താ കിട്ടുന്നില്ല, എനിക്ക് നാവിൻ്റെ തുമ്പത്തുണ്ട്, പറയാൻ കിട്ടുന്നില്ല. അതിന് പോയിക്കൂടെ, പിന്നെ എന്തിനാണ് ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ച് വാങ്ങാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ ഈ ചെറിയ മക്കളെ ഡേ കെയറിലാക്കിയിട്ടാണ് എനിക്ക് ലുലുവിൽ ഇൻ്റർവ്യൂവിൽ ജോലി കിട്ടിയിട്ട് ഞാൻ പോയൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ജോലിക്ക് പോയിട്ട് എൻ്റെ മക്കൾക്ക് അസുഖം കൂടിയ കാരണം കൊണ്ടാണ് ഞാൻ ആ ജോലി എനിക്കിപ്പോൾ വരാൻ പറ്റൂല, മക്കൾക്ക് സുഖമില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞിട്ടാണ് ഞാനത് നിർത്തിയത്. കാരണം ഞാൻ പോയതിന് ശേഷം മോള് ഇവിടുന്ന് നമുക്ക് 9 മണിക്ക് അവിടെ എത്തിയാൽ പിന്നെ പണി കഴിയുന്നത് 7 മണിക്കാണെങ്കിൽ ഞാൻ വീട്ടിലെത്തുന്നത് 8:30 മണിക്കാണ്, രാത്രി 8:30 മണിക്ക്. അപ്പം അത്രയും സമയം മക്കൾ നമ്മളെ കാണാതെ കരയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളടുത്ത് ആക്കി പോകാനില്ല, വീട്ടിലാക്കി നമുക്ക് പോകാൻ ആൾക്കാരില്ല. കുട്ടികൾ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്തല്ലേ നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ ആക്കി പോകാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഡേ കെയറിലാക്കിയത്. പിന്നെയെന്ന് വെച്ചാൽ ആ ജോലി എനിക്ക് തൽക്കാലം ഒഴിവാക്കേണ്ടി വന്നു, പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട്. ആ ഒരു കരച്ചിൽ മോള് അന്ന് കരഞ്ഞത് കൊണ്ടാണ് ഇപ്പം മെയ് 6-ാം തീയതി എനിക്ക് ഓപ്പറേഷത്തിന് നമുക്ക് ചെല്ലാൻ അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റും കാര്യങ്ങളും ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാണ്ട് ഈ മക്കളെ നമ്മളിപ്പോൾ എവിടെ ഇട്ടിട്ട് പോവും, ചെറിയ മക്കളല്ലേ. ഇപ്പം ബാഡ് കമൻ്റൊക്കെ ഇടുന്ന ആൾക്കാർ അതൊന്ന് ശ്രദ്ധിക്കണ്ടേ. അല്ലാതെ നമുക്കങ്ങനെ പോയിട്ട് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നുമല്ല. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ, എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരില്ലേ, ആ ആൾക്കാർ ആണെങ്കിലും നമുക്കത് മതി. കാരണം കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ നെജിലൻ്റെ വീഡിയോയിൽ കൂടെ ഓൾ പുറം ലോകം അറിയിച്ചത് കൊണ്ടാണ് ഓളെ പിന്നെ ഫാമിലിയിലുള്ള ആൾക്കാരും കൂടി എന്നെ അറിയാൻ തുടങ്ങിയത്. എനിക്ക് പിന്നെ സപ്പോർട്ടായിട്ട് വന്നതൊക്കെ തന്നെ ഓളങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോടും പിന്നെ എന്താ പറയുക, എന്നെ സഹായിച്ചവരോടൊക്കെ അൽഹംദുലില്ലാ എനിക്ക് അത്രയും നന്ദിയാണ്, അവരോട് പറഞ്ഞാൽ തീരാത്ത നന്ദി ഞാൻ അവരെ അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു സപ്പോർട്ട്, നിങ്ങൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അതാണ് നമുക്ക് ആവശ്യം. പിന്നെ നല്ല നല്ല കമൻറ്റുകളും നല്ല നല്ല അഭിപ്രായങ്ങളും നിങ്ങൾ നമ്മളെ അറിയിക്കുക. പിന്നെ നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഈ ഒരു ഫാമിലി ആയിട്ട് സഹകരിക്കുക, മുന്നോട്ട് പോകുക എന്നൊക്കെ പറയില്ല, അതേമാതിരിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോയാലേ നമുക്ക് മുന്നോട്ട് എന്താ പറയുക, ഓരോ ദിവസവും മുന്നോട്ടേക്ക് അടുത്ത വീഡിയോ എന്താ പഠിച്ചവനെ ഇടുക എന്നുള്ളൊരു ഇതിലേക്ക് ഓരോ ആൾക്കാർ. അപ്പോൾ ഓരോരുത്തരും നമ്മളെ വീഡിയോ കണ്ടൻ്റായിട്ട് കണ്ടിട്ടാണ് എടുത്തിടുന്നത്. അപ്പോൾ ഓർക്കും നമ്മളെ കൊണ്ട് സഹായം ആവുക വെച്ചാൽ അത്രയും എന്താ പറയുക, അതും ഒരു സഹായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
സഹായിച്ചതിനും എന്താ പറയുക, പിന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു.